നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാസുരേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത കി, ശ്രീല പ്രഭുപാദ കി, ശ്രീല ഗുരുദേവ് കി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം, എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം 32-ാമത്തെ ശ്ലോകമാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും ഭഗവത്ഗീത തുറന്നു പോയിട്ട് തരൂ. ദൃശ്യയാതോ പപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനക്ഷത്രിയ പാർത്ഥ
ലഭന്തി യുദ്ധമീദൃശം ലഭന്തി യുദ്ധമീദൃശം നമ്മൾ ഹരേ കൃഷ്ണ എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ. നമ്മൾ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം 32-ാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ 11-ാമത്തെ ശ്ലോകം മുതൽ 30-ാമത്തെ ശ്ലോകം വരെ നമ്മൾ ആത്മാവിനെ കുറിച്ച് ഒരുപാട് നിങ്ങൾ ചർച്ച ചെയ്തു, ഒരുപാട് കേട്ടു. എല്ലാവരും ആത്മാവിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ടായി. ഭഗവാൻ പല ആംഗിളിൽ കൂടെയും ആത്മാവിനെ പറ്റി അർജുനന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. അർജുനന് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമുക്കും മനസ്സിലാക്കി തരിക പല രീതിയിലൂടെയും. മെയിനായിട്ട് എന്താണ്? ആത്മാവ് നിത്യനാണ്, ശരീരം നിത്യത ഇല്ലാത്തതാണ്, അതായത് വിനാശമുണ്ടാകുന്നതാണ്. ആത്മാവ് അവിനാശിയാണ്. അതുകൊണ്ട് അർജുന, നീ നിന്റെ കർത്തവ്യം ചെയ്യുക. ആത്മാവിനെ പല രീതിയിലും പല സൈഡിൽ കൂടി ആത്മാവിനെ ഭഗവാൻ പറഞ്ഞു തന്നു. അതായത് 11-ാമത്തെ ശ്ലോകത്തില് അർജുനൻ ഒരു ശിഷ്യൻ ഗുരുവായിട്ട് ഭഗവാനെ സ്വീകരിച്ചത് മുതൽ ആദ്യത്തെ ഉപദേശം എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ ഭഗവാൻ ഒരു ജ്ഞാനത്തിൽ നിന്നാണ് ഇത്രയും നേരം ഭഗവാൻ സംസാരിച്ചത്. ഈ ഭഗവത്ഗീതയിൽ ഭഗവാൻ പല തലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഒരു കർമ്മിയുടെ തലത്തിൽ നിന്നാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. ജ്ഞാനിയുടെ നേരത്തെ ചെയ്തു. അപ്പൊ ഒരു ജ്ഞാനിയുടെ വീക്ഷണകോണിൽ വെച്ച് നോക്കിയാലും അർജുന, നീ യുദ്ധം ചെയ്തിരിക്കുക തന്നെ വേണം. കാരണം നീ ശരീരമല്ല. നീ ശരീരത്തിന്റെ പേരിൽ നീ വിഷമിക്കേണ്ട. നത്വം ചോദിതും അർഹത്തി, നത്വം ചോദിച്ചു. എല്ലാ ശ്ലോകത്തിന്റെ അവസാനം അർജുന നീ വിഷമിക്കണ്ട, അർജുന നീ കരയണ്ട. ഭഗവാൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ. എന്നിട്ട് പറയാണ്, അപ്പൊ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത 31 മുതൽ 37 വരെയുള്ള ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ഒരു കർമ്മിയുടെ വീക്ഷണത്തിലൂടെ നോക്കിക്കഴിഞ്ഞാലും അർജുന നീ യുദ്ധം ചെയ്യുക തന്നെ വേണം. നേരത്തെ ജ്ഞാനിയുടെ വീക്ഷണത്തിലായിരുന്നല്ലോ. ഇനി ഒരു കർമ്മി എന്ന് പറഞ്ഞാൽ സകാർമ്മ കർമ്മി. സകാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഗ്രഹത്തോടുകൂടെയുള്ള കർമ്മം ചെയ്യുന്നവൻ. അതായത് ഞാനൊരു കർമ്മം ചെയ്താൽ അതിന്റെ ഫലം എനിക്ക് കിട്ടണം, ആ ഫലത്തിന് ആഗ്രഹിച്ച് കർമ്മം ചെയ്യുന്ന വ്യക്തികളെയാണ് സകാമകർമ്മി എന്നത്. അവരുടെ വീക്ഷണത്തിൽ നിന്ന് നോക്കിയാലും അർജുന നിനക്ക് യുദ്ധം ചെയ്തേ മതിയാകൂ എന്നാണ്. അതിനെപ്പറ്റിയാണ് ഈ 31 മുതൽ 37 വരെയുള്ള ശ്ലോകങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിൽ അർജുനൻ പറയുന്നത്. അപ്പോ ആ ഒരു ഏരിയയാണ് നമ്മളിപ്പം പറയുന്നത്. ഭഗവാൻ പല വീക്ഷണത്തിലൂടെയും അതിൽ ആദ്യത്തേതായിരുന്നു 31-ാമത്തത്. മമഭിചാവേക്ഷ്യ ന വികമ്പിതും അർഹസി ധർമാർത്ഥി യുദ്ധാശ്ചയോ ക്ഷത്രിയസ്യന വിദ്യതേ. ഇത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടാവും. അർജുന, നിന്റെ ധർമ്മത്തിനെ കുറിച്ച് ചിന്തിച്ചിരുന്നാലും അർജുനന്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ ക്ഷത്രിയനാണ്. ഇവിടെ ഭഗവാൻ 2 തരത്തിലുള്ള ധർമ്മത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം ഭഗവാൻ ആത്മാവിനെ കുറിച്ച് പറഞ്ഞല്ലോ. എല്ലാ വ്യക്തികൾക്കും ധർമ്മം 2 വിധത്തിലുമുണ്ട്. ഒന്ന്, നമ്മൾ ആരാണ്? ആത്മാവ്. അപ്പൊ ആത്മാവിനൊരു ധർമ്മം. പിന്നെ ഒന്ന്, നാം ശരീരവുമാണ്. അപ്പൊ ശരീരത്തിനൊരു ധർമ്മം. ഇത് രണ്ടും നമുക്ക് ചെയ്തു പോകണം. അപ്പൊ ഈ 2 തരത്തിലുള്ള ധർമ്മത്തിനെ കുറിച്ചും ഭഗവാൻ പല തരത്തിൽ വ്യാഖ്യാനിക്കും. ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ കാണാൻ പറ്റുന്നില്ല അല്ലേ? കാരണം ഇവിടെ കറണ്ട് പോയി.
ഫ്ലാഷ് ലൈറ്റ് ഇട്ടേക്കാം. കണ്ടിന്യൂ ചെയ്തോട്ടെ. ഒരു വിധത്തിൽ ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റും. ഓക്കെ പ്രഭു. മുരളീധർ പ്രഭു. രണ്ടുണ്ട്. ഒന്ന് ആത്മാവിന്റെ ധർമ്മം, രണ്ട് ശരീരത്തിന്റെ ധർമ്മം. ഇത് രണ്ടും ഒരു വ്യക്തി ചെയ്തിരിക്കണം. മനസ്സിലായി? അതാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ, നെറ്റ് എന്തോ ഇഷ്യൂ ആയിരുന്നു പ്രഭു. കേൾക്കുന്നുണ്ടായിരുന്നില്ല. മറ്റുള്ളവർക്ക് കേൾക്കാവോ പ്രഭു പറയുന്നേ? ഒന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല? ഇപ്പൊ ഓക്കെ പ്രഭു. നേരത്തെ കുറച്ച് നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പൊ ഓക്കെ അല്ലേ മാതാജി? യെസ് പ്രഭു, യെസ് പ്രഭു. ഓക്കെ. അപ്പൊ നമ്മുടെ ശ്ലോകം യദൃശ്ചയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഗുണ ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധമേതൃത്യം. യാദൃശ്ചികമായി വന്ന ഈ യുദ്ധത്തിൽ നീ വിമുഖത കാണിക്കരുത്. യുദ്ധത്തിൽ രണ്ടാണ് ഒരു യുദ്ധത്തിന്റെ അവസാനം എന്ന് പറയുന്നത്. ഒന്ന് ജയം, രണ്ട് പരാജയം. ജയിച്ചാൽ അർജുന നിനക്ക് രാജ്യം കിട്ടാം. തോറ്റാലോ മരണം. തോറ്റിട്ട് വീട്ടിൽ വരാൻ പറ്റില്ല. യുദ്ധത്തിൽ തോൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ജീവൻ കളയുക എന്നുള്ള ക്ഷത്രിയന്റെ ധർമ്മം അതാണ്. തോറ്റു കഴിഞ്ഞാൽ അവിടെ ജീവൻ ഉപേക്ഷിക്കുകയില്ല, അവിടെ ജീവൻ പോവും, കാരണം മരിക്കും. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടുന്ന് നേരെ സ്വർഗം കിട്ടും. ഏത് സൈഡിൽ കൂടെ ചിന്തിച്ചാലും നീ യുദ്ധം ചെയ്യുക തന്നെ വേണം എന്ന് പറയും. ഇത് ഒരു കർമ്മിയുടെ വീക്ഷണത്തിലൂടെയാണ്. നേരത്തെ അർജുനൻ പറഞ്ഞു, കൃഷ്ണ ഞാൻ യുദ്ധം ചെയ്താൽ പാപമുണ്ടാകില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പാപമേവാശ്രയേ ഹത്വൈതാൻ ആദദായിന എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം. അർജുനൊരു സംശയം ഉണ്ടായിരുന്നു, പാപമുണ്ടാവൂലെന്ന്. ഇവിടെ പറയുന്നു, ഇല്ല, നിന്റെ ധർമ്മം അനുഷ്ഠിക്കാതിരുന്നാലാണ് നിനക്ക് പാപം ഉണ്ടാവുന്നത്. ആ ചോദ്യത്തിന്റെ ആൻസറാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താണ് സ്വധർമ്മം? ആത്മാവിന് ഒരു ധർമ്മമുണ്ട്, ശരീരത്തിന് ഒരു ധർമ്മമുണ്ട്. എന്താണ് ആ ധർമ്മം എന്ന് നമുക്ക് പറയാം. അതായത് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ധർമ്മത്തിനെ കുറിച്ച് പറയുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി അധോക്ഷജേ അഹൈതുകി അപ്രതികത ആത്മാ സുപ്രസീദതി. സവൈ പുംസാം പരോധർമ്മോ, പുംസാം മനുഷ്യന്റെ പരമമായ ധർമ്മം എന്ന് പറയുന്നത് ആത്മാവിന്റെ ധർമ്മമാണ്. ഒരു മനുഷ്യനായിട്ട് ജനിച്ച ഒരു വ്യക്തിയുടെ പരമധർമ്മം എന്ന് പറയുന്നത്, ഏറ്റവും ഉയർന്ന ധർമ്മം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ധർമ്മമാണ്. ആത്മാവിന്റെ ധർമ്മം എന്താണ്? യഥോ ഭക്തിർ അദോഷൻ. ആത്മാവിന്റെ ധർമ്മം ഭക്തിയാണ്, ഭക്തിയുത സേവനമാണ്. ആരുടെ? അധോക്ഷജൻ, സാക്ഷാൽ ഭഗവാന്റെ. മറ്റാരുടെയും ഭക്തിയല്ല പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, ആത്മാവിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാന്റെ, സാക്ഷാൽ ഭഗവാന്റെ ഭക്തിയുത സേവനം. അതെങ്ങനത്തെ? അഹൈതുകമായ, ഒന്നും പ്രതീക്ഷിക്കുക. അതാണ് ശരീരത്തിന്റെ, ഈ ശരീരം കിട്ടിയതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. എന്താണ്? ആ പരമമായ ധർമ്മം ചെയ്യുക. അത് ഈ
ഈ മനുഷ്യ ശരീരത്തിന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുമുള്ളൂ. മറ്റാർക്കും മറ്റൊരു ശരീരത്തിലിരുന്നു കൊണ്ടും ആത്മാവിന് തന്റെ കർത്തവ്യം ചെയ്യാൻ സാധിക്കില്ല. ഒരു പട്ടിയുടെയോ പൂച്ചയുടെയോ ശരീരത്തിലിരുന്നിട്ട് ആത്മാവിന് കൃഷ്ണഭക്തി ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഭാഗവതം പറയുന്നുണ്ട്, പരമമായ ധർമ്മം എന്ന് പറയുന്നത് ആ പരമാത്മാവിന്റെ സേവനമാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ധർമ്മം. അതിനാൽ ഈ ശരീരം നമുക്ക് കിട്ടിയതിന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. എങ്ങനെയാ ആ ധർമ്മം നിർവഹിക്കേണ്ടത്? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് വേണ്ടി സേവനം അനുഷ്ഠിക്കുക. എങ്ങനെ സേവനം അനുഷ്ഠിക്കും? ശ്രവണം, കീർത്തനം, ഹരിനാമം ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന് സേവനം അനുഷ്ഠിക്കുക. എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം, ഭഗവാന്റെ നാമം, ഇത് എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇതാണ് ആത്മാവിന്റെ ധർമ്മം. ഒന്നായോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ജനിച്ചത് മനുഷ്യ ശരീരമാണെങ്കിലും നമുക്ക് മറ്റ് ചില സാഹചര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മൾ ഒരു വിദ്യാർത്ഥിയാണ്, ഒരു 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 പാരന്റാണ്, ഒരു അച്ഛനാണ്, ഒരു അമ്മയാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മളാണെങ്കിൽ ഒരു ടീച്ചറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് പോകുന്നെങ്കിൽ അയാൾ ഒരു ഗൃഹസ്ഥനാണ്, ഒരു സ്ത്രീയാണ്, ഒരു പുരുഷനാണ്. ഇങ്ങനെ പല 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 സ്ഥലങ്ങൾ നമുക്കുണ്ട്, അല്ലേ? അപ്പൊ ഇതിനും ഓരോ ധർമ്മമുണ്ട്. ഭീഷ്മ പിതാമഹൻ പോകുന്നതിന് മുന്നേ യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശിക്കും, ഒരു രാജാവിന്റെ ധർമ്മം എന്താണ്, സ്ത്രീധർമ്മം എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാറുണ്ട്. ഭഗവാൻ കൃഷ്ണൻ വിളിച്ചോണ്ട് പോയിട്ട് അവിടുന്ന് ഉപദേശം കൊടുക്കും. അപ്പൊ ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്. ഇതെല്ലാം ഏതിന്റെ ധർമ്മമാണ്? ഞാൻ 2 തരം ധർമ്മം പറഞ്ഞല്ലോ. ഇതൊക്കെ ഏത് ധർമ്മമാണ്? ശാരീരിക ധർമ്മമാണ്. കാരണം ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ ഇത്. ആത്മാവിന്റെ ധർമ്മം, പിന്നെ ഭൗതിക ധർമ്മം, അതായത് ശരീരവുമായി ബന്ധപ്പെട്ടത്. ഒരു ഗൃഹസ്ഥൻ, അവനൊരു ധർമ്മമുണ്ട്. ഒരു ബ്രഹ്മചാരി, അവനൊരു ധർമ്മമുണ്ട്. അതുപോലെ അർജുനനോട് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, അർജുന, നീ ഒരു ക്ഷത്രിയനാണ്. 4 വർണ്ണങ്ങളുണ്ട്. ഏതൊക്കെയാ? സമൂഹത്തിൽ 4 വർണ്ണങ്ങളുണ്ട്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗത. ഓരോ വ്യക്തിയുടെയും ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ച്, പൂർവ്വകർമ്മത്തിനനുസരിച്ച് ഓരോ വ്യക്തിക്കും ഓരോ വർണ്ണം ഞാൻ നൽകിയിട്ടുണ്ട്. ആ വർണ്ണത്തിനനുസരിച്ചാണ് അയാളുടെ ബോധം. അർജുനൻ ജനിക്കുമ്പോഴേ ക്ഷത്രിയനല്ല, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ ജനിക്കുമ്പോഴേ ബ്രാഹ്മണനല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ബോധത്തിനനുസരിച്ച്, അദ്ദേഹത്തിന്റെ ചിന്തയുടെ തരത്തിനനുസരിച്ച്, പൂർവകർമ്മത്തിനനുസരിച്ച് അദ്ദേഹത്തിന് ഏത് വർണ്ണത്തിലാണോ ചേർക്കേണ്ടത് എന്ന് ഗുരു പറഞ്ഞു കൊടുക്കും. ഒരു വീട്ടിൽ തന്നെ ചിലപ്പം ബ്രാഹ്മണനും കാണും, ക്ഷത്രിയനും കാണും. ഇങ്ങനെ സമൂഹത്തിന് 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതെന്തിനാ തിരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വർണ്ണമാണ്, ജാതിയല്ല. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തിൽ ഇവരിങ്ങനെ ഒരുമിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോ ക്ഷത്രിയന്റെ ധർമ്മം എന്ന് പറയുന്നത് സമൂഹത്തിലെ ബാക്കിയുള്ളവരെ സംരക്ഷിക്കുക, ശത്രുക്കളിൽ നിന്ന് രാജ്യത്തിനെ സംരക്ഷിക്കുക. ബാക്കിയുള്ളവരെ ഒരു ദുഃഖത്തിൽ നിന്ന് അവൻ തന്റെ ശരീരത്തിനെ കളഞ്ഞിട്ടും മുറിവേറ്റാലും സാരമില്ല, ധീരനാണവൻ, എന്ത് ത്യാഗവും സഹിച്ച് മറ്റുള്ളവരെ സംരക്ഷിക്കുക. അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ളവനാണ് ക്ഷത്രിയൻ. ഇവിടെ അർജുനൻ ആരാണ്?
ക്ഷത്രിയനാണ്. ആ ക്ഷത്രിയന്റെ ധർമ്മം എന്താണ്? യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്തിട്ട് ആ രാജ്യത്തിനെ അധർമ്മത്തിൽ നിന്ന് മോചിപ്പിക്കുക. അത് അർജുനന്റെ ധർമ്മം. അത് അർജുനൻ ചെയ്യാതെ കൃഷ്ണ ഞാനാണെങ്കിൽ വനത്തിൽ പോയിരുന്ന് ജപിച്ചോളാം, അല്ലെന്നെങ്കിൽ ഞാനാണെങ്കിൽ ഭിക്ഷാപാത്രം എടുത്ത് അത് പാപമാണ്. കാരണം അർജുനന്റെ ധർമ്മം അല്ല അത്. അർജുന അത് ഒരിക്കലും ചെയ്യാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞത്, അർജുന നീ പറഞ്ഞില്ലേ ഇവരെ കൊന്നു കഴിഞ്ഞാലാണ് പാപമെന്ന്. അല്ല, നീ നിന്റെ ധർമ്മം ചെയ്യാതിരുന്നാലാണ് പാപം. കാരണം നീ ഒരു ക്ഷത്രിയനാണ്. നിന്നെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്ന് പറയുന്നത് നിന്റെ ധർമ്മമാണ്. ഏത് വ്യക്തിയും അവനവന്റെ ധർമ്മം ചെയ്യണം. മനസ്സിലായില്ലേ? ഇവിടെ അതാണ് പറയുന്നത്. ഭഗവാൻ ഇങ്ങനെ ഈ 4 ധർമ്മങ്ങൾ 4 വർണ്ണങ്ങൾ പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് ഭഗവത്ഗീതയിൽ വീണ്ടും മുന്നോട്ട് പറയും. ഒരുപാട് കാര്യങ്ങൾ പറയും. അതില് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ബ്രാഹ്മണൻ ഒരു ധർമ്മമുണ്ട്, ക്ഷത്രിയൻ ഒരു ധർമ്മമുണ്ട്, വൈശ്യൻ ഒരു ധർമ്മമുണ്ട്, ശൂദ്രൻ ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം ചെയ്ത് വരുമ്പോൾ അവർക്ക് അവിടെ ഇരുന്നും ഭഗവത് സേവനം ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? അല്ല എന്നുണ്ടെങ്കിൽ അവിടെ പാപമുണ്ടാകും. ഈ ധർമ്മം ചെയ്യാതിരുന്നാൽ. അതാണ് ഈ ക്ഷത്രിയൻ അർജുനനോട് പറയും, അർജുന നീ ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ സ്വഭാവം എന്ന് പറയുന്നത് അവന് കിട്ടിയ ഈ അവസരം അവൻ ഉപയോഗിക്കുക തന്നെ വേണം. നീ മരിച്ചാൽ സാരമില്ല, നീ സ്വർഗത്തിൽ പോയിക്കോളൂ. അപ്പം ചോദിക്കും, പ്രഭു അപ്പോ ഗോലോകത്തിൽ പോകില്ലേ, സ്വർഗത്തിലേ പോകുമുള്ളൂ? കാരണം ഭഗവാന്റെ ഉത്തമ ഭക്തനല്ലേ അർജുനൻ എന്നൊരു ചോദ്യം വരാം. എന്നാൽ ഭഗവാൻ ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഭഗവത്ഗീതയിൽ തുടക്കത്തിലെ പരമമായ സൈഡൊന്നും പറയുന്നില്ല. ആദ്യം സ്വർഗം, അത് കഴിഞ്ഞ് ഉപരിലോകങ്ങൾ, അത് കഴിഞ്ഞേ പോകും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഭഗവാൻ ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ സ്വർഗത്തിനെ പറഞ്ഞു നിർത്തിയത്. അപ്പോ ഒരു ക്ഷത്രിയന്റെ കടമ എന്ന് പറഞ്ഞാല് യുദ്ധം ചെയ്യുകയാണ്. ഇങ്ങനെ അതുകൊണ്ട് വിവർത്തനത്തിൽ പറയുന്നു, പാർത്ഥ യാദൃച്ഛികമായി ഇതുപോലൊരു യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാർ സന്തുഷ്ടരാണ്, അവർക്ക് വേണ്ടി സ്വർഗ കവാടം തുറന്നിരിക്കുന്നു. അങ്ങനത്തെ ക്ഷത്രിയൻ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ, അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ നേരെ സ്വർഗത്തിൽ പോകും. അപ്പൊ നിങ്ങൾ ചോദിക്കും, അർജുനന് പേടിയുണ്ടോ, ഭയം ഉണ്ടാകുമോ? ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം അവന് ഭയമേ ഇല്ല. അവൻ ഏത് നിമിഷവും തൻ്റെ ധർമ്മത്തിലൂടെ തൻ്റെ ശരീരം വെടിയാൻ തയ്യാറാണ്, മരിക്കാൻ തയ്യാറാണ്. കാരണം അവൻ അത്ര ധീരനാണ്. അവന്റെ ധീരതയ്ക്ക് മുന്നിൽ മറ്റൊന്നും ഒരു തടസ്സമേ അല്ല. നമ്മുടെ ചരിത്രത്തിൽ പൃഥ്വിരാജ് ചൗഹാനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയുടെ ആക്രമണത്തില്, അതായത് അതിൽ പറയുന്നുണ്ട്, ഒരിക്കൽ നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചതാ. ഒരിക്കൽ ആദ്യം ഗോറി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമാണ്. എവിടുന്നാ വരുന്നത്? അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നതാ. ഇന്ത്യ ആക്രമിക്കാൻ വരിക. ആദ്യം ആ വ്യക്തി വന്ന് ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിൽ വന്ന്, നമ്മുടെ ഭാരതഭൂമിയിൽ വന്ന് നമ്മെ ആക്രമിക്കും. അപ്പോൾ പൃഥ്വിരാജ് ചൗഹാൻ ഏത് പ്രവിശ്യയിൽ അദ്ദേഹത്തിന്റെ രാജ്യം? സിന്ധ്, അജ്മീർ സൈഡിലാ, രാജസ്ഥാനിയാ. അദ്ദേഹം അവിടെ യുദ്ധം ചെയ്യും. വളരെ വളരെ ധീരനായിട്ട് പോരാടി ഈ ശത്രു സൈന്യത്തിനെ ഒരു നാശനഷ്ടം ഉണ്ടാക്കി. പക്ഷേ ഗോറിയെ കൊല്ലില്ല, അയാളെ തിരിച്ചുവിടും. ഗോറിയെ തിരിച്ചയക്കും. അയാൾ ജീവന് വേണ്ടി യാചിക്കും. അന്നെന്നാൽ അദ്ദേഹം അതാണ്, അവിടെയും തൻ്റെ ധർമ്മം നോക്കി. ധർമ്മം നോക്കാതെ അന്ന് അയാളെ കൊന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ചിലപ്പോൾ ഒരുപക്ഷെ മുസ്ലിങ്ങൾ ഇവിടെ വരില്ലായിരുന്നു. ഇന്ത്യ, നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ സനാതന ധർമ്മത്തിന് ഒരു കളങ്കം ഉണ്ടാവില്ല. പക്ഷെ അവിടെ ധർമ്മം അദ്ദേഹം തൻ്റെ ധർമ്മം, അതായത് ഒരാൾ ജീവന് വേണ്ടി, ഒരു ക്ഷത്രിയന്റെ മുന്നിൽ ജീവന് വേണ്ടി യാചിച്ചു കഴിഞ്ഞാൽ കൊടുക്കുക, അത് ധർമ്മമാണ്. അത് അദ്ദേഹം ചെയ്തു.
അപ്പൊ അവിടെ പോയി ഗോരി തിരിച്ചു പോയി. തിരിച്ചു പോകുമ്പോൾ ആ ചരിത്രം പറയുന്നു ഗോരിയുടെ അമ്മ ചിരിക്കും. ഛേ, നീ എന്ത് വീമ്പളക്കിയിട്ടാ പോയത്, ഞാന് ഇപ്പം യുദ്ധം ചെയ്യും, ഹിന്ദുസ്ഥാനെ തോൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നീ പോയത്, ഇപ്പൊ എന്തായി എന്ന് പറഞ്ഞ് കളിയാക്കും. അപ്പോഴേ ഗോറി എന്ത് ചെയ്യുന്നറിയോ, അവിടെ ഒരു ചാമ്പ്രാണിത്തിരി കത്തിച്ചു വരികയും, നമ്മൾ ഈ ചാമ്പ്രാണിത്തിരി ഇങ്ങനെ കത്തി, അതിനെടുത്ത് അമ്മയുടെ കാലിലൊന്ന് കുത്തും. അമ്മാന്ന് വിളിച്ചിട്ട് ഓടും. ദുഷ്ട, നീ എന്തിനിങ്ങനെ ചെയ്തു, എനിക്ക് പൊള്ളി അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് വഴക്കും പറഞ്ഞിട്ട് പോകും. അമ്മയുടെ കാലിൽ ഒരു തീപ്പൊരിയുടെ അംശം കൊണ്ടപ്പോ അമ്മ കരഞ്ഞുകൊണ്ട് ഓടി. അപ്പോഴേ ഗോറി പറയും, അമ്മ ഒരു ചെറിയ തീയുടെ ഒരു അംശം കണ്ടപ്പോ അമ്മ ഇങ്ങനെ ഓടുന്നു. പക്ഷേ ആ ഭാരതത്തിലെ ക്ഷത്രിയ സ്ത്രീകളുണ്ടല്ലോ, അവർ സന്തോഷത്തോടെയാണ് ആളിപ്പടരുന്ന തീയിലേക്ക് നടന്നു കയറുന്നത്. അവരുടെ ധൈര്യം എന്തായിരിക്കും? ആ അമ്മമാരുടെ, ആ മാതാക്കളുടെ മക്കളാണ് അവിടെ എന്നോട് യുദ്ധം ചെയ്യുന്നത്. അവരോട് ജയിക്കുക അത്ര എളുപ്പമല്ല. മനസ്സിലായില്ലേ? അഥവാ ശത്രുവിന്റെ നിന്ന് തന്റെ രാജ്യത്തിന് എന്തെങ്കിലും ദോഷമുണ്ടായാൽ, തന്റെ പതി ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ ഉടനെ ആഴി കൂട്ടി, തീ കൂട്ടി അതിലിങ്ങനെ സന്തോഷത്തോടെ നടന്നു കയറുകയാണ്. ആരും പറഞ്ഞിട്ടല്ല. കാരണം ആ ശത്രുവിന്റെ കയ്യിൽ എന്നെ കിട്ടാൻ പാടില്ല. എന്റെ പതി പോയല്ലോ, ഞാനും പോകാൻ തയ്യാറാണ്. ജീവൻ അങ്ങനെ കളയാൻ തയ്യാറാണ് അവർ. അതെങ്ങനെ? കരഞ്ഞോണ്ടല്ല, ദുഃഖിച്ചിട്ടുമല്ല, സന്തോഷത്തോടെ. അങ്ങനെയുള്ള ക്ഷത്രിയ വനിതകളുടെ കുട്ടികളാണ് അന്ന് ഇവിടെ ഭരിച്ചിരുന്നത് രാജ്യം. അതുകൊണ്ടാണ് ഗൗരി ചോദിച്ചത്, അമ്മ അവരുടെ മക്കൾ എത്രമാത്രം, കുട്ടികൾ എത്രമാത്രം ധൈര്യമുള്ളവരാണ്. അവരെ മുന്നിൽ ജയിക്കുക എളുപ്പമല്ല. ഒരിക്കൽ പ്രഭുപാദർ പറഞ്ഞു, ഇന്ത്യയിലെ അവസാനത്തെ ക്ഷത്രിയൻ എന്ന് പറയുന്നത് ശിവജി, ഛത്രപതി ശിവാജിയാണ്. കാരണം നിങ്ങള് ഛത്രപതി ശിവാജിയുടെ സിനിമ കണ്ടിട്ടുണ്ടോ? ചാവ കണ്ടിട്ടുണ്ടോ? അതിൽ കുറെയൊക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര ഒരു സിനിമയാണ്, കണ്ടു നോക്കണം. ആ ഒരു ക്ഷത്രിയന്റെ വീര്യം. നമുക്ക് തോന്നും ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോന്ന്, നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന്. പക്ഷെ അവർക്കത് സാധിക്കും. കാരണം അവരുടെ ഗുരുവാ പറഞ്ഞു കൊടുക്കുന്നത്. ശിവാജി മഹാരാജാവിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴും ആർമിയിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ട്രൂപ്പ് തന്നെയുണ്ട്. അവരൊരു യുദ്ധത്തിന് പോകുമ്പോ വീര ശിവജിക്ക് ജയ് എന്ന് വിളിച്ചിട്ടാ പോകുന്നത്. ആലോചിച്ച് നോക്കൂ, ഈ കലിയുഗത്തിലും ഇപ്പോഴും. അപ്പൊ അത്രയ്ക്ക് വീരന്മാരുടെ നാടായിരുന്നത്. അതുകൊണ്ടാ പറയുന്നത്, ഗൗരി പറയുന്നത്, അമ്മ എനിക്ക് അവരെ യുദ്ധം ചെയ്യാൻ പ്രയാസമാണ്. പക്ഷെ രണ്ടാമത്തെ യുദ്ധത്തിൽ നമ്മളെ ഇവിടെ രണ്ടാമതും വരികയും നമ്മളെ ഇവിടെ ഉള്ളവർ തന്നെ പൃഥ്വിരാജ് ചൗഹാനെ, ആ മഹാക്ഷത്രിയനെ ഒറ്റ കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാ അദ്ദേഹം ഇവിടെ ഇന്ത്യയെ കീഴ്പ്പെടുത്തിയത്. അപ്പൊ ഇങ്ങനെയുള്ള ക്ഷത്രിയന്മാരുടെ നാടാണ് ഇന്ത്യ. ആ ക്ഷത്രിയന്റെ ധർമ്മം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യലാണ്. ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്, അർജുന, നീ നിന്റെ ധർമ്മം, ക്ഷത്രിയ ധർമ്മം നിർവഹിക്കുക തന്നെ വേണം. എതിർച്ചയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം. ഇത് യാദൃച്ഛികമായി കിട്ടിയ ഈ അവസരം നീ നിന്റെ ധർമ്മം സ്ഥാപിക്കാനായിട്ട്, ധർമ്മത്തിനെ ചെയ്യാനായിട്ട് നീ ഉപയോഗിക്കുക തന്നെ വേണം. മറിച്ച് നീ തിരിച്ച് യുദ്ധം ചെയ്യാതിരിക്കുകയല്ല എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ നിർത്തുന്നുണ്ട്. അപ്പൊ നമ്മളിന്ന് രണ്ട് ധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ഏത് ധർമ്മമാണ്? ആത്മാവിന്റെ ധർമ്മം. രണ്ട് ശരീരത്തിന്റെ ധർമ്മം. ശരീരത്തിന്റെ ധർമ്മത്തിനെ കുറിച്ച് വീണ്ടും അങ്ങോട്ട് ഒരുപാട് പറയും ഭഗവാൻ. ഓരോ സ്ഥലത്ത് ഓരോ സൈഡിലൂടെയും പറയും. നോക്കിക്കഴിഞ്ഞാലും അർജുന നീ യുദ്ധം ചെയ്യണം. എന്നിട്ട് ഇവിടെ ഭഗവാനിത 31 മുതൽ 37 വരെയുള്ള ശ്ലോകങ്ങളിൽ ഒരു കർമ്മിയുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കിയിരുന്നാലും അർജുന നീ യുദ്ധം ചെയ്യുക തന്നെ വേണം. മനസ്സിലായില്ലേ?
അങ്ങനെ പറഞ്ഞ് ഭഗവാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഇവിടെ ഈ ആത്മാവിനെ കുറിച്ചും ആത്മാവിന്റെ ധർമ്മത്തിനെ കുറിച്ചും നമുക്ക് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പറയാൻ അവസരം ഉണ്ടാവും. അത് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകൾ പറയാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. രണ്ടാമത്തെ 32-ാമത്തെ എന്തെങ്കിലും ചോദ്യമോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടോ? ഒരു ചോദ്യമുണ്ട്, പരശുരാമൻ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ എന്ന്. പരശുരാമൻ ക്ഷത്രിയ കേൾക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. എന്തെങ്കിലും ചോദ്യമോ സംശയം ഉണ്ടോ മാതാജി? ആ ചോദ്യം ആരുടെ ആയിരുന്നു പ്രഭു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അല്ല, പ്രഭു പറഞ്ഞില്ലേ പരശുരാമൻ ക്ഷത്രിയനോ ബ്രാഹ്മണനോ എന്നുള്ളത്. അത് ആരുടെ ചോദ്യം? പ്രഭുവിന്റെ ചോദ്യമാണോ? അല്ല, ഇവിടെ എന്റെ ഫ്രണ്ടിലും വേറെ 1-2 ഡിവോട്ടീസ് ഉണ്ട്. ഓ ശരി പ്രഭു. അവരുടെ ചോദ്യം. വേറെ എന്തെങ്കിലും? നമുക്ക് നിർത്താമോ? മറ്റു ചോദ്യങ്ങളൊന്നുമില്ല, സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താമോ പ്രഭു? ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നില്ല? കേൾക്കുന്നുണ്ടോ പ്രഭു? മാതാജിയാണ് അതിന്റെ ഉത്തരം പറയുന്നത്. മാതാജി സംസാരിക്കുന്നില്ല. മാതാജി എനിക്ക് പോയിട്ടുണ്ടാവും. ശരി, നമുക്കിവിടെ ക്ലോസ് ചെയ്യാം പ്രഭു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ കഴിയുമെങ്കിൽ ഈ മെയിൻ ശ്ലോകങ്ങളൊക്കെ ഒന്ന് വായിച്ചു വയ്ക്കുക. മെയിൻ ശ്ലോകങ്ങൾ ഇവിടെ ക്ലാസ് എടുക്കുന്നവർ പറഞ്ഞു തരും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഭഗവത്ഗീത കണ്ടിന്യൂ ആയിട്ട് 1-ാമത്തെ ശ്ലോകം മുതൽ 700 ശ്ലോകം വരെ ഒരു ദിവസം പോലും വിടാതെ ഇങ്ങനെ ഒരു സീരിയലായിട്ട് കിട്ടുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ സാധാരണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരാഴ്ചയിൽ 1 ശ്ലോകം, അത് കഴിഞ്ഞിട്ട് മെയിൻ ശ്ലോകങ്ങൾ, ഇങ്ങനെയൊക്കെ കിട്ടാറുള്ളൂ. ഈ ഒരു പ്ലാറ്റ്ഫോം ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുമിച്ച് എല്ലാവർക്കും നിങ്ങളെല്ലാവരും പല ജീവിതത്തിൽ പല അത്യാവശ്യങ്ങളൊക്കെ കാണുമല്ലോ. അതൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇത് കണ്ടിന്യൂ ആയിട്ട് ഇരിക്കുക, ഇതിനകത്ത് സ്ഥിരമായിട്ട് വരിക. കാരണം ഇത് കഴിയുമ്പോൾ നല്ലൊരു ഐഡിയ ഭഗവത്ഗീതയെക്കുറിച്ച് കിട്ടും. ഇത് ഇതിങ്ങനെ കൃത്യമായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അപൂർവമാണ്. അപ്പം ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവരും സമയത്തിന് തന്നെ വരിക. കഴിയുമെങ്കിൽ ബാക്കി ഇന്നതാ 8 പേരേ ഉള്ളൂ. പലരും വരുന്നില്ല. വരാതിരുന്നാൽ ആ കണ്ടിന്യൂറ്റി കിട്ടില്ല. ഈ ഒരു ചാൻസ് ഉപയോഗിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. ഹരേ കൃഷ്ണ. നമുക്ക് നിർത്താം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കീ ജയ്. ശ്രീല പ്രഭുപാദ കീ ജയ്. ശ്രീല ഗുരുദേവ് കീ ജയ്.